കൊടുത്താലും ആര് ഫിത്ന പറഞ്ഞാലും ആര് അസൂയ വെച്ചാലും ആര് തകർപ്പിക്കാൻ വേണ്ടി നോക്കിയാലും ആര് ഭിന്നിപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അല്ലാഹ് നീ കൈവിടരുതേ. ഒരു കുടുക്കുളി കുടുക്കി കല്ല ഒരു ഷർറിന് കുടുക്കി കല്ലനാഥ ഒരു ശിഹ്റിന് കുടുക്കി കല്ല ശത്രുവിന്റെ കയ്യിന് പരാജയപ്പെടുത്തി കളയരുതേ അല്ലാഹ്. നാണം കടത്തിപ്പിക്കല്ല അല്ലാഹ്, ഫളിയത്തിലാക്കി കല്ല അല്ലാഹ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലാഹ്, എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നന്നാവണമെന്നാണ് അല്ലാഹ്. സ്വർഗം കാണാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാഹ്. അത് നമ്മുടെ ആഗ്രഹം നീ പൂർത്തിയാക്കി തരണമല്ലാഹ്. നമ്മൾക്കും നമ്മളെ മരണപ്പെട്ടവർക്കെല്ലാം സ്വർഗം നിർബന്ധമാക്കണമല്ലാഹ്. കൈവിടല്ലേ അല്ലാഹ്. ഇന്നാലെ എന്റെ വാപ്പ മരണപ്പെട്ട ദിവസമാണ് അല്ലാഹ്. ഒരുപാട് മുഅ്മിനുകൾക്ക് പല സ്ഥലങ്ങളിലും ഇമാമായി നമസ്കരിച്ച എന്റെ വാപ്പ പഠിച്ചവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണമല്ലാഹ്. എന്തെങ്കിലും പോരായ്മകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ വാപ്പാക്കും കുടുംബത്തിനൊക്കെ നീ പുറത്തു കൊടുക്കണമല്ലാഹ്. സ്വർഗത്തിൽ കാണാൻ ഭാഗ്യം കിട്ടിയ മക്കളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണമല്ലാഹ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉപ്പ ഉമ്മമാർക്കെല്ലാം ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ലാഹ്. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച സഹോദരിമാരുണ്ട്. മരണപ്പെട്ട വാപ്പാക്കും മരണപ്പെട്ട കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. മരണപ്പെട്ട യഥാ ഖബറായുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തുകളും അതുപോലെ പലരും പല ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ഒരുപാട് ഫാത്തിഹകൾ ഓതിയവരുണ്ട്. അതെല്ലാം അവരെ ഖബറിലേക്ക് എത്തിപ്പിച്ചു കൊടുക്കണമല്ലാഹ്. ഖബർ വെളിച്ചമാക്കി കൊടുക്കണമല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണമല്ലാഹ്. കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ നാഥാ.